ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനീർ പൂവിൻ്റെ പുതിയൊരു പ്രൊമോ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വർഷം മറച്ചു വെച്ചിരിക്കുന്ന ആ ഒരു സത്യം രേവതിയിലൂടെ എല്ലാവരും അറിയാൻ പോവുകയാണ് കേട്ടോ. രേവതി എങ്ങനെ അറിയുന്നതെന്നല്ലേ, നമ്മുടെ വർഷ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് പോയ ഡോക്ടറിൻ്റെ വീട്ടിലേക്കാണ് രേവതി പൂക്കൾ കൊണ്ട് കൊടുക്കാൻ പോകുന്ന ആ ഒരു സമയത്ത് രേവതിയുടെ സഹോദരിയാണ് വർഷ എന്നറിയാവുന്നത് കൊണ്ട് തന്നെയും വർഷ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം ഡോക്ടർ രേവതിയോടായിട്ട് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് രേവതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. രേവതി വേഗം തന്നെ ഇവരും സച്ചിയെ വിളിച്ച് പറയുന്നത്. സച്ചിക്കാണെങ്കിൽ അതിലേറെ സന്തോഷം. പിന്നീട് വീട്ടിൽ വന്നതിന് ശേഷം സച്ചി രേവതിയും കൂടി ഈ ഒരു സന്തോഷ വാർത്ത എല്ലാവരോടായിട്ട് പറയുന്നുണ്ട്. ശ്രീകാന്തിനും രവിക്കും ചന്ദ്രയ്ക്കും എല്ലാവർക്കും തന്നെ ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. എന്നാൽ സുധിയുടെ മുഖം അത്ര തെളിച്ചു കേട്ടോ. കാരണം ആ വീട്ടിൽ ആദ്യം ഉണ്ടാവാൻ പോകുന്ന സന്തതിക്കാണ് അച്ഛമ്മയുടെ സ്വത്തുക്കളെല്ലാം തന്നെ ഉള്ളത്. അതുകൊണ്ട് ആ ഒരു സ്വത്തുക്കളെല്ലാം തന്നെ ശ്രീകാന്തിൻ്റെ വർഷയുടെ അടുത്തേക്ക് പോവുകയാണല്ലോ എന്നൊരു നിരാശയൊക്കെ സുധിയുടെ മുഖഭാവത്തിലുണ്ട് കേട്ടോ. ഇതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്ത് സച്ചിയോട് രേവതിയായിട്ട് പറയുന്നുണ്ട്, അവൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള സത്യം നമുക്ക് സർപ്രൈസ് തരാനായിട്ടല്ല അവൾ മറച്ചു വെച്ചത്. അവൾ ആ ഒരു കുഞ്ഞിനെ നശിപ്പിക്കാനായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് അവൾ പപ്പായ ജ്യൂസ് കഴിക്കാൻ ശ്രമിച്ചത്, രാത്രി ഡാൻസ് കളിച്ചതും എല്ലാം എന്നൊക്കെ അറിയുമ്പോഴത്തേക്കും സച്ചിക്ക് രേവതിക്ക് ഒരു ഷോക്ക് ആവുന്നുണ്ട്. പിന്നീട് സച്ചി രേവതിയായിട്ട് പറയുന്നത്, പക്ഷേ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കണം, അവൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്നുണ്ട്, ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രേവതി നല്ല രീതിയിൽ തന്നെ വർഷയെ കെയർ ചെയ്യണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ഇത്രയുമാണ് പ്രമോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടെ ചെന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.